ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച സംയുക്ത പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കൈമാറി. 77ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. അമേരിക്കയിൽ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് വൻ ദുരന്തം. 18 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. രഞ്ജി ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ കേരളം ബീഹാറിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, JP നഡ്ഡ, കിരൺ റിജിജു, പ്രതിപക്ഷ നേതാക്കളായ ജയറാം രമേശ്, ഗൌരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ സഭാ നടപടികൾ സുഗമമാക്കുന്നതിനായി പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നതിനാണ് സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത്. ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ അഭിസംബോധന ചെയ്യും. 2024-25 കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. മറ്റന്നാളാണ് 2025-26 കാലയളവിലെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കുക. വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച സംയുക്ത പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കൈമാറി. JPC അധ്യക്ഷൻ ജഗദംബിക പാൽ പാർലമെന്റിലെത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ബില്ലുമായി ബന്ധപ്പെട്ട 14 വ്യവസ്ഥകളിൽ സമിതി ഭേദഗതികൾ അംഗീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു. 6 महीने के सारे डिटेल डिस्कशंस के बाद सभी सदस्यों से हमने संशोधन मांगे थे. यह हमारी अंतिम बैठक थी कि उस 44 संशोधन पे आप इस पे सहमत हैं या इस पे असहमत हैं. तो सभी सदस्यों के द्वारा चाहे किसी पक्ष के हों उन लोगों ने अपने संशोधन दिए थे. उसमें 14 क्लाजेज पे या 14 संशोधनों में संशोधन स्वीकार हुआ है. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത്. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ അംഗീകരിക്കാതെ റിപ്പോർട്ട് തിടുക്കത്തിൽ തയ്യാറാക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപണം ഉയർത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, സേനാ മേധാവിമാർ തുടങ്ങിയവരും രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ചു. സർവ്വമത പ്രാർത്ഥനയും രാജ്ഘട്ടിൽ തുടർന്ന് നടന്നു. 1948 ജനുവരി 30-നാണ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ഗാന്ധിജിയുടെ ആദർശങ്ങൾ വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി അനുസ്മരണ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മഹത് വ്യക്തികളുടെ ത്യാഗങ്ങളെയും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ദേശീയ പ്രസ്ഥാനത്തെ സാമ്രാജ്യത്വ വിരുദ്ധതയിലും മതേതരത്വത്തിലും അടിയുറപ്പിച്ച് നിർത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ അടുത്ത മാസം 5-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. BJP, ആം ആദ്മി, കോൺഗ്രസ് പാർട്ടികളുടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾ അഭിസംബോധന ചെയ്യും. ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. യമുന നദിയിൽ വിഷം കലർത്തി എന്ന ആരോപണത്തിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ നാളെ വിശദമായ മറുപടി സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹരിയാന സർക്കാർ നദിയിൽ ഏതുതരം വിഷം കലർത്തി, എങ്ങനെ കലർത്തി എന്നിവ ഉൾപ്പെടെ വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. ജലത്തിലെ അമോണിയയുടെ അളവ് മുൻപ് തന്നെ നിലനിൽക്കുന്ന പ്രശ്നമാണെന്നും ഇതല്ലാത്ത മറുപടിയാണ് വേണ്ടതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. BJP നേതൃത്വത്തിലുള്ള ഹരിയാന സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തിയതായ ആരോപണം സാധൂകരിക്കുന്ന വിധമുള്ള വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ നൽകിയ മറുപടി പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടത്.
നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന് രൂപം നൽകാനുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനം നിർണായക ധാതുക്കളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിതോർജ്ജ സാങ്കേതികവിദ്യ, പ്രതിരോധം, പ്രധാന വ്യവസായം തുടങ്ങിയ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തീരുമാനം സഹായകമാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. എഥനോൾ സംഭരണ വില പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലൂടെ രാജ്യത്ത് എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കാനും അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി കുറയ്ക്കാനും സാധിക്കുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും അപകടമുണ്ടായ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിക്കും. ഇന്നലെയുണ്ടായ അപകടത്തിൽ 30 തീർത്ഥാടകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവം അന്വേഷിക്കുന്നതിന് 3 അംഗ ജുഡീഷ്യൽ കമ്മീഷനെയും UP സർക്കാർ നിയോഗിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഭദ്രദീപം തെളിയിക്കാനുള്ള ദീപവുമായുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്ര ചവറ പന്മന ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. രാവിലെ പന്മന ആശ്രമത്തിലെ ചട്ടമ്പിസ്വാമി മഹാസമാധിയിടത്തിലെ വിളക്കിൽ നിന്ന് പൂജാരി വിഷ്ണു പകർന്നു നൽകിയ ദീപം ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ ഏറ്റുവാങ്ങി. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ജ്യോതിപ്രയാണ ഘോഷയാത്ര ഫെബ്രുവരി 2-ന് ചെറുകോൽപ്പുഴ വിദ്യാധിരാജ നഗറിലെ ഉദ്ഘാടന വേദിയിലെത്തും. ഫെബ്രുവരി 2 മുതൽ 9 വരെ നടക്കുന്ന 113ാമത് പരിഷത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സുഫ്ന ജാസ്മിന് സ്വർണം. 45 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് ഈ അഭിമാന നേട്ടം. നീന്തലിലും കേരളം ഇന്നലെ 2 വെങ്കലം സ്വന്തമാക്കിയിരുന്നു. നിലവിൽ 6 സ്വർണവുമായി കർണാടകയാണ് ഗെയിംസിൽ മുന്നിട്ട് നിൽക്കുന്നത്. 4 സ്വർണവുമായി മണിപ്പൂർ 2ാമതും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. കേരളം 7ാം സ്ഥാനത്താണ്. രഞ്ജി ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ കേരളം ബീഹാറിനെ നേരിടുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കേരളം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് എന്ന നിലയിലാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പിൽ നിലവിൽ 2ാം സ്ഥാനത്താണ് കേരളം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈ FCയെ നേരിടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. അമേരിക്കയിൽ 64 പേരുമായി പറന്ന യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച് വൻ ദുരന്തം. യാത്രാവിമാനം പോട്ടോമാക് നദിക്ക് മുകളിലൂടെ റിഗൻ നാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അപകടം. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ വിമാനം നദിയിലേക്ക് പതിക്കുകയായിരുന്നു. 18 പേരുടെ മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തി. തിരച്ചിലും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇന്ന് 110 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. ജനുവരി 19-ന് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഇത് 3ാം തവണയാണ് ഇത്തരത്തിൽ തടവുകാരെ കൈമാറുന്നത്. 3 ഇസ്രായേലികളും 5 തായ് പൌരന്മാരും ഉൾപ്പെടെ 8 ബന്ദികളെ ഇന്ന് മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറെടുക്കുന്നതായും ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിച്ചു. ശനിയാഴ്ച നടക്കുന്ന 4ാം കൈമാറ്റത്തിൽ 3 ഇസ്രായേലി പൌരന്മാരെ കൂടി ഹമാസ് മോചിപ്പിക്കും. സംസ്ഥാനത്ത് ഇന്ന് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത്. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ 2024 സംബന്ധിച്ച പാർലമെന്റ് സംയുക്ത സമിതിയുടെ റിപ്പോർട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കൈമാറി. 77ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. അമേരിക്കയിൽ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് വൻ ദുരന്തം. 18 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സുഫ്ന ജാസ്മിന് സ്വർണം. രഞ്ജി ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റിൽ കേരളം ബീഹാറിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.